അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. മുസ്ലിം ഉമ്മത്തിന്റെ ആവേശവും കേരള മുസ്ലിമീങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയും ചെയ്ത ഒരു സമ്മേളനമായിരുന്നു എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. അണിയറയിൽ പ്രവർത്തിച്ചവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമുദായം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തൽ പണ്ഡിതന്മാരുടെ ദൗത്യമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു കുടക്കീഴിൽ അണിനിരക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് നാം ഉത്ബുദ്ധരാണെങ്കിലും ആരുടെയെങ്കിലും പ്രലോഭനങ്ങൾക്ക് വശംവദരായി സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടിപ്പോകുന്ന അവസ്ഥ സമുദായത്തെ ജീർണതയിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. സമസ്തയെ സംബന്ധിച്ചിടത്തോളം കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചു വന്നവരാണ്. സ്വന്തമായ നിലപാടുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ദീനീ വിദ്യാഭ്യാസ മേഖലയിലും മറ്റും സമൂഹത്തെ ഉത്ബുദ്ധരാക്കാൻ സാധിച്ചത്. അതിന് എല്ലാ സമുന്നതരായ ഉമറാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സമസ്തയെ ഹൈജാക്ക് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ആണത്വമുള്ള നേതൃത്വമാണ് ഇപ്പോഴുള്ളത്. ഈ അജയ്യമായ പ്രസ്ഥാനത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആലയിൽ കെട്ടിയിടാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, പണ്ഡിതന്മാർ ഉത്ബുദ്ധരാണ്. അതിൻ്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനം. ഈ ഐക്യം എല്ലാ മേഖലയിലേക്കും എത്തിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിയുക. ഇതിന് വിഘാതമായി നിലനിൽക്കുന്നത് വഹാബിസമാണ്. ഇതിനെ കുഴിച്ചുമൂടാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. നാം ആണത്വം പണയം വെക്കാതെ ഒന്നിച്ചു മുന്നേറിയാൽ മഹാത്മാക്കളായ മുൻകാല പണ്ഡിതന്മാരുടെ വഴിയെ സഞ്ചരിക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ആപ്തവാക്യം യദുല്ലാഹി മഅൽ ജമാഅ എന്നാണ്. അള്ളാഹുവിൻ്റെ സഹായവും സംരക്ഷണവും ഐക്യത്തോടൊപ്പം നിലനിൽക്കുന്നവർക്കാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കീഴിലുള്ള ഇങ്ങനെയുള്ള സദസ്സുകൾ കേരളത്തിന്റെ എല്ലാ മഹല്ല് സംവിധാനങ്ങളുടെയും കീഴിൽ രൂപപ്പെട്ടു വരണം. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.